വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനാണ്. LBS രജിസ്ട്രേഷനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് LBS കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചതാണ് എത്ര കോഴ്സ് വെക്കാൻ പറ്റും, എത്ര കോളേജിൽ വെക്കാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എത്ര കോളേജസിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട കോളേജസും പ്രയോറിറ്റി ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് സ്പോർട്സ് കോട്ട സ്റ്റുഡൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ സ്പോർട്സ് കോട്ട റിസർവേഷൻ വഴി കയറാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ട റിസർവേഷൻ വഴി കുട്ടികളെ എടുക്കുന്ന കോളേജസ് പ്രയോറിറ്റി ചെയ്ത് വെക്കുക. പലരും കഴിഞ്ഞ വർഷം ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് സ്പോർട്സ് കോട്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്, പക്ഷെ ഓപ്ഷൻ വെച്ചതിലൊന്നും സ്പോർട്സ് കോട്ട റിസർവേഷൻ വഴി കയറ്റുന്ന കോളേജസ് ഒന്നും ഓപ്ഷൻ വെച്ചിട്ടില്ല. അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ കോളേജസിനും സ്പോർട്സ് കോട്ട വഴി റിസർവേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ട റിസർവേഷൻ ഉള്ള കോളേജസ് വേണം നിങ്ങൾ പ്രയോറിറ്റി ചെയ്ത് ഓപ്ഷൻസ് വെക്കാനായിട്ട്. പിന്നെ കുറെ കുട്ടികൾ മാർക്ക് ഒക്കെ അയച്ചു തന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് കിട്ടുമോ എന്നുള്ളത്. നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്ന കോളേജ് ഇന്ന കോഴ്സ് തന്നെ ഈ മാർക്കിന് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ 297 ഇൻഡെക്സ് മാർക്ക് എന്ന് വിചാരിക്കുക. പക്ഷെ അതിനകത്ത് 0.132 അങ്ങനെ വരുന്നുണ്ടല്ലോ. അത് ബേസ് ചെയ്തിട്ട് പോലും നിങ്ങൾ റാങ്കിൽ പുറകിലാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരാൾക്ക് 291.1, അതേപോലെ 10 കുട്ടികളുണ്ടെങ്കിലും അവർക്കെല്ലാം ഒരേ റാങ്കിലല്ല അവർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഏജും അതുപോലെ അവരുടെ റിസർവേഷനും അവരുടെ കമ്മ്യൂണിറ്റി അവരുടെ കാറ്റഗറി അല്ലെങ്കിൽ അവര് ഏജ് വെച്ചിട്ട് അല്ലെങ്കിൽ അവര് നേരത്തെ കൂട്ടി പാസ്സായവർ, അതായത് കഴിഞ്ഞ വർഷം +2 പാസ്സായിട്ട് ഇപ്രാവശ്യം LBS രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇങ്ങനെയൊക്കെ പ്രയോറിറ്റി മാറുന്ന രീതി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല, പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് കിട്ടുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ കളയരുതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കാറ്റഗറി ഉള്ളവരൊക്കെ ആ കോളേജിൽ ആ ഒരു കാറ്റഗറിക്ക് കുറച്ച് റിസർവേഷൻ കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാതെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ LBS എടുത്തു നോക്കുക. ഗൂഗിളിൽ LBS സെർച്ച് ചെയ്തിട്ട് എത്ര മാർക്കുള്ളവർക്കൊക്കെ ഏതൊക്കെ കോഴ്സ് ഏതൊക്കെ കോളേജ്, നിങ്ങളിപ്പം ഒരു കോളേജ് വിചാരിക്കുക, കോട്ടയം മെഡിക്കൽ കോളേജ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ LBS എന്ന് ഗൂഗിളിൽ അടിച്ചിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം എത്ര മാർക്കുള്ള കുട്ടിക്ക് നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെ ഇച്ചിരി പാടാണ്. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വർഷം ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.